വാത്മീകി മഹർഷി നീ ചെയ്ത പാപങ്ങളുടെ ഫലം നീ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് കേട്ടിട്ട് പരിഭവിച്ച് കരഞ്ഞു നിലവിളിച്ചിരിക്കുകയല്ല ചെയ്തത്. അപ്പോൾ തന്നെ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടത്? കരഞ്ഞുകൊണ്ടിരുന്നില്ല. രാമ 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 ജപിച്ചോളൂ എന്ന് സപ്തർഷികൾ പറഞ്ഞപ്പോൾ രാമനാമം ജപിച്ച് രാമ 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 ജപിച്ചിട്ട് മഹാഋഷിയായിട്ട് മാറുന്നു. പ്രഹ്ലാദന്റെ കാര്യം നോക്കൂ. പിതാവിൻ്റെ എല്ലാ കൊടിയ പീഡനങ്ങളും വരുന്ന സമയത്തും പ്രഹ്ലാദൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ചിരിച്ചുകൊണ്ട് നാരായണ 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 എന്ന് ജപിക്കുകയാണ്. അപ്പോഴും പ്രഹ്ലാദൻ അങ്ങനെ മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നു. ധ്രുവന്റെ കാര്യം നോക്കൂ. സ്വന്തം പിതാവ് ഇരിക്കാൻ ഇടം കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടി അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഇത് എന്താണ് പരിഹാരം? അപ്പം അമ്മ പറയാണ്, മോനെ വിഷ്ണു ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും. പിന്നെ ധ്രുവൻ കരഞ്ഞിട്ടില്ല. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധ്രുവൻ ചെയ്യുന്നത്. അജാമിളനെ നോക്കൂ. താൻ ചെയ്ത കൊടിയ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം വേണമെന്നൊരു